പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര 8 ജില്ലകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് കുമ്പളയിൽ നിന്നും ആരംഭിച്ച ജാഥ അവിടെ നിന്നും തെക്കോട്ട് സഞ്ചരിച്ച് ഓരോ ജില്ലകളിലെയും ഓരോ നിയമസഭാ മണ്ഡലങ്ങളും പിന്നിട്ട് എറണാകുളം വരെയുള്ള പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നാളെ ഇടുക്കിയിൽ നിന്നും പര്യടനം പുനരാരംഭിക്കും. ഈ 8 ജില്ലകളും പൂർത്തിയാക്കി കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് വടക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും കാണാൻ കഴിയുന്നത്. അഭൂതപൂർവമായ ജനത്തിരക്കാണ് വി ഡി സതീശന്റെ ജാഥയിൽ ഓരോ കേന്ദ്രങ്ങളിലും ജാഥ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ആവേശം അത് നിലവിലെ LDF സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേരളത്തിന് ഉള്ളത്. നമുക്കറിയാം, LDFന്റെ 3 മേഖലാ ജാഥകൾ ഇതിനോടകം തന്നെ സമാപിച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും അറിഞ്ഞോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. വടക്കൻ കേരളത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയും, തെക്കൻ കേരളത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് ജാഥകൾ നയിച്ചത്. അങ്ങനെ ആരും അറിയാതെ തുടങ്ങി ആരും അറിയാതെ ഒടുങ്ങിയ 3 മേഖലാ ജാഥകളാണ് അത് എന്ന് എതിരാളികൾ പറയുന്നതല്ല. CPIയുടെ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന യോഗത്തിൽ ഉയർന്ന ഒരു വിമർശനമാണ്. ഇത്തരത്തിൽ 3 മേഖലാ ജാഥകൾ നടത്തിയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല, ഒരു ഓളവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നയിച്ച ജാഥകളിൽ ആളനക്കം പോലും ഇല്ലായിരുന്നു, പ്രസംഗം കേൾക്കാൻ പോലും ആരുമില്ലായിരുന്നു എന്ന വിമർശനമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്നലെ ഉണ്ടായത്. ഒന്നിച്ചൊരു ജാഥ മതിയായിരുന്നു, LDFന്റേതായിട്ടൊരു സംസ്ഥാന തല ജാഥ മതിയായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് CPIയുടെ യോഗത്തിൽ ഉയർന്നത്. അത് വലിയൊരു വിമർശനമാണ് CPIയുടെ യോഗത്തിൽ ഇന്നലെ ഉണ്ടായത്. എന്നാൽ CPM വിലയിരുത്തുന്നത് മേഖലാ ജാഥകളെല്ലാം തന്നെ വലിയ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ്. നമ്മൾ കണ്ടതാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ജാഥകൾ. ആ ജാഥകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രസംഗിക്കുമ്പോൾ അവിടെ ആളില്ലാ കസേരകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ജനങ്ങൾ കൈയൊഴിഞ്ഞ, ജനങ്ങൾ വെറുത്ത ഒരു മുന്നണി സംവിധാനമായിട്ട് LDF മാറുന്ന കാഴ്ച ആ 3 മേഖലാ ജാഥകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് മറുവശത്ത് പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ഭാവി നായകനെന്ന് കേരളം വാഴ്ത്തുന്ന വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളും പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് നിശ്ചയിച്ച സമയത്ത് പോലും ഈ പറയുന്ന സ്വീകരണ യോഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജനത്തിരക്കാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അത് UDFന്റെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, CPMന്റെ കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ പോലെയുള്ള, കോഴിക്കോട് പോലെയുള്ള പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ അഭൂതപൂർവമായ ജനത്തിരക്കാണ്. ജനങ്ങൾ മണിക്കൂറുകളോളം നീളുന്ന ഒരു കാത്തിരിപ്പാണ് വി ഡി സതീശനെ കാണാനായിട്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ടൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്തരത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജാഥയായിട്ട് ഈ ജനകീയ മുന്നേറ്റ യാത്ര അങ്ങനെ പോവുകയാണ്. പുതുയുഗയാത്ര അങ്ങനെ ജനകീയ മുന്നേറ്റ യാത്രയായിട്ട് അത് സ്വയം മാറുന്ന, ജനങ്ങൾ ഏറ്റെടുത്ത ജനങ്ങളുടെ ഒരു യാത്രയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സാധാരണ മറുവശത്ത് LDFന്റെ 3 മേഖലാ ജാഥകൾ രാഷ്ട്രീയം പറഞ്ഞ് അവസാനിച്ചതുപോലെ ഒരു ജാഥയല്ല, മറിച്ച് UDFനെ സംബന്ധിച്ച് അവർ വെറും രാഷ്ട്രീയം മാത്രം പറയുകയല്ല, അതിലുപരിയായിട്ട് പുതിയുഗ കേരളത്തിന്റെ സൃഷ്ടിക്കായിട്ട്, നവകേരള സൃഷ്ടിക്കായിട്ട് തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF സർക്കാർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ്. ആ കേരളത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം, പുനരുദ്ധരിക്കാം എന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് UDF ചെയ്യുന്നത്. ഓരോ മേഖലയിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, ആ മേഖലയെ കരകയറ്റാൻ തങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളുണ്ട്, ആ രൂപരേഖയൊക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ ഓരോ ജില്ലയിലും അവിടുത്തെ പ്രമുഖർ എന്ന് പറയുന്ന, UDFന്റെ പ്രമുഖർ എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടുത്തെ ഓരോ മേഖലയിലെയും ആളുകളാണ്. ഓരോ മേഖലയിലെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറുകിട തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിൽ വ്യാപാരികളാണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും പ്രതിനിധികളുടെ പ്രശ്നങ്ങൾ കേട്ട് ആ മേഖലയിലെ ഓരോ വിഭാഗത്തെയും കേട്ടുകൊണ്ട് അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടുമാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഓരോ മേഖലയിലും നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസ് UDF തങ്ങളുടെ ആരോഗ്യ നയം അത്
പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു കമ്മീഷനെ നേരത്തെ തന്നെ ഹെൽത്ത് കമ്മീഷനെ നേരത്തെ രൂപീകരിച്ചിരുന്നു. ആ ഹെൽത്ത് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് കോഴിക്കോട് വെച്ച് UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിൽ എങ്ങനെയാണ് ആരോഗ്യ മേഖലയെ, വെന്റിലേറ്ററിലായിരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തങ്ങൾ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത്, പുതുജീവൻ നൽകാൻ പോകുന്നത് എന്നത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്, പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ വരുന്ന ദിനങ്ങളിലും ഓരോ മേഖല, വ്യവസായ മേഖല ഉൾപ്പെടെ ഓരോ മേഖലയിലും തങ്ങൾ എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ആ മേഖലയെ മാറ്റിമറിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് വരും ദിനങ്ങളിലും പ്രഖ്യാപിക്കുമെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ ബദൽ എന്താണ്, LDFന് ബദലായിട്ട്, LDFന്റെ ഈ വികലമായ ജനവിരുദ്ധ നയങ്ങൾക്ക് ബദലായിട്ട് UDF എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പൊതുജന സമക്ഷം തുറന്നു പറഞ്ഞുകൊണ്ടാണ്, ഒരു പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു ജാഥ തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പുതുയുഗ ചരിത്രം സൃഷ്ടിക്കുന്ന ജാഥയായിട്ട് മാറുകയാണ്. മാർച്ച് 6-ാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ ഈ ജാഥ സമാപിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന പോലെ സമസ്ത മേഖലകളെ സ്പർശിക്കുന്ന, സമസ്ത മേഖലകളെയും പുനരുജ്ജീവിപ്പിക്കാവുന്ന പദ്ധതികൾ എന്തൊക്കെ എന്നത് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് അതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് കോൺഗ്രസും UDF ലക്ഷ്യമിടുന്നത്. ആ തരത്തിൽ തന്നെയാണ് ജാഥകൾ മുന്നോട്ട് പോകുന്നത്. വി.ഡി. സതീശൻ അക്ഷരാർത്ഥത്തിൽ ഒരു പുതുയുഗ നായകനായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ പുതുയുഗ യാത്രയ്ക്ക് മുൻപും ശേഷവുമുള്ള ഒരു രണ്ട് കാലഘട്ടത്തിലെ ഒരു നായകനായിട്ട് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ പുതുയുഗ യാത്ര തന്നെ മറ്റൊരു വേറിട്ടൊരു മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും അദ്ദേഹം നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്, പുതിയ പുതിയ പ്രശ്നങ്ങൾ അദ്ദേഹം പഠിക്കുകയാണ്. അത്തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പഠിച്ച് അതിനെയൊക്കെ തന്നെ പരിഹാരം കാണാവുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ഈ പുതുയുഗ യാത്രയ്ക്ക് മുൻപും ശേഷവുമുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നേതാവായിട്ട് വി.ഡി. സതീശൻ മാറുകയാണ്. പുതുയുഗ യാത്ര അദ്ദേഹത്തെ പുതിയൊരു നായകനായിട്ട്, ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ പരുവപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിൽ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഒരു നായകനായിട്ട് സ്വയം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലെത്തുമെന്ന് വി.ഡി. സതീശൻ തുടർച്ചയായിട്ട് പറയുന്നതിന്റെ ആ ഒരു ആത്മവിശ്വാസം അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അവരുടെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതിനെ LDF എഴുതി തള്ളുമ്പോൾ, അല്ലെങ്കിൽ LDF അതിനെ വെറും പുച്ഛിച്ച് തള്ളുമ്പോൾ അതങ്ങനെയല്ല. 100-ലധികം സീറ്റുകളുമായിട്ട് UDF തന്നെ അധികാരത്തിലെത്തുമെന്ന കേരള ജനത ഒന്നടങ്കം ആ ജാഥയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് തുറന്നു പറയുന്ന ഒരു പ്രഖ്യാപിക്കുന്ന, കേരളത്തോട് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ജാഥയ്ക്കിടയിൽ പലതരത്തിൽ വി.ഡി. സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള നീക്കങ്ങൾ CPMന്റെ നേതാക്കന്മാര്, സൈബർ ടീമുകള് എല്ലാം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓരോ തരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഹീനമായിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്ററുകളും ഒക്കെ തന്നെയാണ് CPMന്റെ സൈബർ ഹാൻഡിലുകൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പരിപാടിക്കിടയിൽ 2025 ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹം ഒരു കത്ത്, ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തകർ കൊടുക്കുന്ന ഒരു നിവേദനം അത് സ്റ്റേജിൽ വെച്ച് കീറിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദൃശ്യത്തെ എങ്ങനെ വികലമാക്കി ചിത്രീകരിക്കാം, ഏത് രീതിയിലൊരു ദൃശ്യത്തെ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്ന് CPM കാട്ടിത്തന്ന ഒരു വീഡിയോ ആയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ പരാതി കൊടുത്ത, അല്ലെങ്കിൽ ആ വി.ഡി. സതീശന് കത്ത് കൊടുത്ത കോൺഗ്രസിന്റെ നേതാവായ, കോൺഗ്രസ് നേതാവായിട്ടുള്ള വ്യക്തി തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കള്ളം പറഞ്ഞും സതീശനെ നേരിടുക, ആക്രമിക്കുക എന്നതാണ് CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വസതിയിൽ കയറുകയും അവിടെ റീത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. അതിന് ചുവട് പിടിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വി.ഡി. സതീശനെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എവിടെയും എന്തിലും വി.ഡി. സതീശനെ ആക്രമിക്കുക, അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഒറ്റപ്പെടുത്തുക എന്ന ഒരു തന്ത്രമാണ് മറുവശത്ത് LDF CPM പ്രത്യേകിച്ച് നടത്തുന്നത്. അപ്പോൾ അവർ എത്രത്തോളം വി.ഡി. സതീശൻ എന്ന് പറയുന്ന ജനകീയ നേതാവിനെ ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജനകീയ മുന്നേറ്റ യാത്ര, പുതുയുഗ യാത്ര ജനകീയ മുന്നേറ്റ യാത്രയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ വിജയ ഗാഥയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് CPMനെ എത്രത്തോളം
അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് CPM-ന്റെ നേതാക്കളുടെ ഈ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ നിലപാടുകളിൽ നിന്നും കാണാൻ കഴിയാവുന്നതാണ്.